വയനാട് പുനരധിവാസത്തിനുള്ള ടൗൺഷിപ്പിന് നാളെ തറക്കല്ലിടും. കൽപ്പറ്റ എൽസ്റ്റൺ എസ്റ്റേറ്റിലെ 64 ഹെക്ടർ ഭൂമിയിലാണ് നിർമ്മാണം. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മന്ത്രിമാരും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. നാളെ വൈകിട്ട് 4 മണിക്കാണ് ചടങ്ങ്. കാത്തിരിപ്പിന് വിരാമം. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിൽ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രഖ്യാപനമായ ടൗൺഷിപ്പ് യാഥാർത്ഥ്യമാവുകയാണ്. തറക്കല്ലിടൽ ചടങ്ങ് ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ്, 8 മന്ത്രിമാർ, പ്രിയങ്ക ഗാന്ധി MP എന്നിവരടക്കം വൻനിര ചടങ്ങിനെത്തും. ഉരുൾപൊട്ടൽ ദുരന്തം കഴിഞ്ഞ് 8 മാസത്തോടടുക്കുമ്പോഴാണ് ടൗൺഷിപ്പിന് തറക്കല്ലിടുന്നത്. കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന് സർക്കാർ ഏറ്റെടുത്ത 64 ഹെക്ടർ ഭൂമിയിൽ 7 സെന്റ് വീതമുള്ള പ്ലോട്ടുകളിൽ 1000 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിക്കുക. റോഡ്, സേവന കേന്ദ്രങ്ങൾ, വ്യാപാര സൗകര്യങ്ങൾ എന്നിവയും ടൗൺഷിപ്പിലുണ്ടാകും. വാടക കൊടുത്തും ഇനി ജോലിയില്ലാതെ ഇരിക്കുന്ന ആളുകളാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങളെ മാറ്റി പാർപ്പിക്കണം. അങ്ങോട്ട് മാറ്റിപ്പിക്കാനുള്ള ഒരാളുകളാണ്. പിന്നെ ഇതിൻ്റെ പണി നിർമ്മിച്ചതിനെ കുറിച്ച് സന്തോഷമായി. കാരണം അവരെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അപ്പം അവരെ പെട്ടെന്ന് വർക്ക് ഇപ്പോൾ ഡിസംബർ ആകുമ്പോഴത്തേന് വീട് കഴിയുന്നതാണ്. പക്ഷേ ഡിസംബർ വീട് കഴിഞ്ഞാലും മാർച്ച് ആകുമ്പോഴത്തേനാണ് ബാക്കിയുള്ള സൗകര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ഈ മാർച്ചിൽ ഞങ്ങളെ മാറ്റി പാർപ്പിക്കുന്നത് ഞങ്ങൾ ചിന്തിക്കുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിച്ച് ഞങ്ങളെ അങ്ങോട്ട് മാറ്റി പാർപ്പിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. കിഫ്കോൺ കൺസൾട്ടന്റ് ഏജൻസിയായി പ്രവർത്തിക്കും. 402 ഗുണഭോക്താക്കളാണ് 3 ലിസ്റ്റിലുമായുള്ളത്. അന്തിമ ലിസ്റ്റ് ഏപ്രിൽ 20 പ്രസിദ്ധീകരിക്കും. ഡിസംബറിൽ നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ടൗൺഷിപ്പ് നിർമ്മാണം ആരംഭിക്കുന്നത് ഏറെ ആശ്വാസകരമായിട്ടാണ് ദുരന്തബാധിതർ കാണുന്നത്. കാലതാമസമില്ലാതെ ടൗൺഷിപ്പ് നിർമ്മാണം പൂർത്തിയാക്കണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ റെൻഡുവിനോടൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം, വയനാട്.